തള്ളുന്നത്. ഇപ്പോൾ പ്രവാസികളെ ചോദിക്കാൻ ഒരു പട്ടിയില്ല. ഇത് ശുദ്ധമായ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ തന്തയിലേഴയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചെറിയ മാലയ്ക്കും ഈ വളയ്ക്കും കൂടാണ് അവരടിച്ചിരിക്കുന്നത്. അവർക്ക് മദ്യക്കുപ്പി എടുത്ത് കൊടുക്കാഞ്ഞുകൊണ്ട് അവർ 5000 ദിർഹംസ് കൊടുക്കാത്തതുകൊണ്ടാണ് അവരിത് പണിത്. അങ്ങനെ മാക്സിമം ഹറാസ് ചെയ്യുക. കാര്യം അതിലേറ്റവും സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ അളിയൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് പോലും അത് കേൾക്കാൻ പോലുള്ളൊരു മനസ്സാക്ഷി അവർക്കില്ല. ഞാനൊരു പ്രവാസിയാണ്. വർഷങ്ങളായിട്ട് പ്രവാസി ജീവിതം നയിക്കുന്ന 26 വർഷമായിട്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സ്വർണ്ണത്തിൽ ഡ്യൂട്ടി അടിച്ചിരിക്കുകയാണ് നമ്മുടെ മഹാന്മാരായ കൊച്ചി കസ്റ്റംസ്. കൊച്ചി എയർപോർട്ടിലാണ് സംഭവം. 20-ാം തീയതി പോയി. ഞാൻ ഇന്നിപ്പോൾ 25 തിരിച്ച് ഷാർജയിൽ വന്നു. ഞാനൊരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയാണ്. എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അളിയൻ മരണപ്പെട്ട് പോയതാണ്. ആ പേപ്പർ വാർത്തയും മനോരമയിലടക്കമുള്ള ന്യൂസും എല്ലാം അവരെ കാണിച്ചിട്ട് അവർ പറയുന്നത് അങ്ങനെ പലരും മരിക്കും, പലരും ജീവിക്കും, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സുരേഷ് എന്ന് പറയുന്ന ആലുവ സ്വദേശിയാണ് എന്നെ കൂടുതൽ ഹറാസ് ചെയ്തത്. ആദ്യം അവർ എന്നോട് 5000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മണിയാണോ? അല്ല, ദിർഹംസ്. 5000 ദിർഹംസ്. അതെ, അതും അതിൻ്റെ കൂടെ 2 കുപ്പി മദ്യവും അവിടെ ഡ്യൂട്ടി ഫ്രീ എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ചലഞ്ച് ചെയ്തു. കാരണം ഇത് ഞാനിപ്പം 10 വർഷത്തിൽ മേലായിട്ട് ധരിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ മലബാറിൻ്റെ ആളാണ്. ഞാനിവിടെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് 15 വർഷമായിട്ട് നടത്തുന്നു. അതെല്ലാം അവരെ കാണിച്ചു കൊടുത്തു. അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഞാൻ 1.5 ലക്ഷം രൂപയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇത് അവർക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ. S23 അൾട്ര അതിപ്പോൾ ലേറ്റസ്റ്റായിട്ട് എടുത്താണ്. ഇതൊക്കെയാണ് അങ്ങനെ മാക്സിമം ഹറാസ് ചെയ്യുക. കാര്യം അതിലേറ്റവും സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ അളിയൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് പോലും അത് കേൾക്കാൻ പോലുള്ളൊരു മനസ്സാക്ഷി അവർക്കില്ല. ഇത്രയും രൂപ കൈക്കൂലി ഞാൻ ആവശ്യപ്പെട്ട് 2 മണിക്കൂറോളം എന്നെ അവിടെ തടഞ്ഞു വെച്ച് ലാസ്റ്റിൽ എനിക്ക് 37,590 രൂപ അവർ പിഴ ചുമത്തിയിരിക്കുന്നത്. അത് തന്നെ ധരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഷാർജ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. പ്രവാസികൾ ഭാരത സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാന്നാണല്ലോ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തള്ളുന്നത്. ഇപ്പോൾ പ്രവാസികളെ ചോദിക്കാൻ ഒരു പട്ടിയില്ല. ഇത് ശുദ്ധമായ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ തന്തയിലേഴയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക, ഷെയർ ചെയ്യുക. കാര്യം ഇനി ഒരാൾക്ക് ഈ അനുഭവം ഉണ്ടാവില്ല. കൊച്ചി എയർപോർട്ടിലാണ് ഞാൻ. ഡിസംബറിൽ ഞാനൊരു കുട്ടനാട്ടുകാരനാണ്, ഒരു വള്ളംകളിക്കാരനാണ്. ആ വള്ളംകളിക്കാരൻ്റെ പോയി എനിക്ക് ട്രോഫി തന്നത് ഹൈക്കോടതി ജഡ്ജി മിസ്റ്റർ ബെച്ചു കുര്യനും സിയാൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടറുമാണ്. അതുപോലും കേൾക്കാനായിട്ട് അവർക്ക് ഇതില്ല. അവർ അഹന്ത നിറഞ്ഞ സംസാരത്തിൽ പറഞ്ഞാണ് നരേന്ദ്രമോദി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അത്ര അഹന്തയിലാണ് അവർ സംസാരിക്കുന്നത്. പ്രവാസികളെ എന്താ പട്ടികളെപ്പോലും കാണുന്ന ഈ ഒരു നടപടിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക. ചേട്ടൻ ഇത് എവിടെയെങ്കിലും പരാതിപ്പെടാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അധ്വാനിച്ച പൈസ എന്നെ അറിയാവുന്ന ആർക്കും, ഈ വീഡിയോ കാണുന്ന ആർക്കും അറിയാം. ഞാനിവിടെ ഇല്ലീഗലായിട്ട് ഇതുവരെ ഒരു പ്രവൃത്തിയിലും ഏർപ്പെട്ടിട്ടില്ല. ഞാൻ വിയർപ്പ് നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ് ഈ അന്യായമായി നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. അവർക്ക് മദ്യക്കുപ്പി എടുത്ത് കൊടുക്കാഞ്ഞുകൊണ്ട് അവർ 5000 ദിർഹംസ് കൊടുക്കാത്തതുകൊണ്ടാണ് അവരിത് പണിത്. എനിക്കിട്ട് ഇങ്ങനത്തെ ഒരു പണി പണിത്. തീർച്ചയായിട്ടും പരാതിപ്പെടാൻ താല്പര്യമുണ്ട്. ചേട്ടൻ ആകെ ഇട്ടുകൊണ്ടുവന്ന കരുത്തി കിടക്കുന്ന മാലയും വളയ്ക്ക് വേണം. അതെ, അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. ഈ ചെറിയ മാലയ്ക്കും ഈ വളയ്ക്കും കൂടാണ് അവരടിച്ചിരിക്കുന്നത്. ഈ മാല ചേട്ടൻ എത്ര വർഷമായി? ഈ മാല ഏകദേശം ഒരു 10 വർഷത്തോളമായി. വള ഒരു 8 വർഷത്തോളമായി. ഇപ്പോഴാണ് തയ്യാറിക്കുന്നത്. ഇപ്പോഴാണ് ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം. ഇന്നേരം ഒന്നും ആർക്കും വിസിറ്റ് ചെയ്യേണ്ട. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഈ കസ്റ്റംസുമായിട്ട് ഒത്തു കളിച്ചുകൊണ്ട് ഈ സ്വർണ്ണ മാഫിയ വെളിയിൽ കടത്തുന്നു. ആ വെളിയിൽ കടത്തിയ സ്വർണം നമ്മുടെ കേരള പോലീസിന്റെ കഴിവുകൊണ്ട് അവരെ ഫോളോ ചെയ്ത് പിടിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ പേപ്പറുകളിലും ചാനലിലും കാണും. അപ്പം കോടിക്കണക്കിന് കൊണ്ടുവന്നവർക്ക് അവർക്ക് ബാധകമല്ല. ഈ ഒരു വളയും മാലയും അതും ധരിക്കുന്നത്, അത് എന്നെ അറിയാവുന്ന ഇവിടെ ഞാൻ ഇവിടെ കുജറയ്ക്കടുത്ത് കോർഫക്കാനിലാണ്. ആരോട് ചോദിച്ചാലും അറിയാം. ഇത് ഞാൻ സ്ഥിരം ധരിക്കുന്ന സാധനമാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ഈ മഹാന്മാർ ഇത് അടിച്ചിരിക്കുന്നത്. എന്റെ പേരെന്താണ്? എൻ്റെ പേര് രഞ്ജു അബ്രഹാം. സ്വദേശം തിരുവല്ല, പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല. ഞാൻ ഇവിടെ UAE ഫുജറയ്ക്കടുത്ത് കോർഫക്കാനിൽ സ്വന്തമായിട്ട് ഒരു ഓട്ടോ മെയിൻ്റനൻസ് ഗ്യാരേജ് നടത്തുകയാണ്. ഞാൻ കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ഞാൻ ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്. അവർ ഇത് വിലയിരുത്തട്ടെ. ഈ ചെറിയ മാലയ്ക്കും വളയ്ക്കും കൂടെ. അതെ, അപ്പോൾ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് പോയ ഞാൻ എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലായിരുന്നെങ്കിലോ. കാരണം 37,790 രൂപ ഇവിടെ നിങ്ങൾക്ക് കാണാം. 37,769 രൂപ ഈ പൈസ അടച്ചപ്പോൾ ആ 5 ദിവസത്തേക്ക് പോയ എൻ്റെ കയ്യിൽ അവിടെ ചിലവഴിക്കാൻ, ഈ മരണമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് അവിടെ നാട്ടിൽ ചിലവഴിക്കാൻ വേറെ പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ, ഒരു സാധാരണ ഒരാളായിരുന്നെങ്കിൽ, ഒരു ചെറിയ രീതിയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകാനായിരുന്നു. ഇവരിതുകൊണ്ട് എന്ത് നേടി?
കോടിക്കണക്കിന് സ്വർണ്ണമാഫിയ കോടിക്കണക്കിന് സ്വർണം കിടപ്പുണ്ട്. ചേട്ടൻ എന്താണ് ഇതിന്റെ പരാതി കൊടുക്കാൻ? ഇത് പരാതി എവിടെ വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ നിയമവശങ്ങളെ പറ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാവുന്നവർ ഇതിൻ്റെ അത് കമൻ്റായിട്ട് പറഞ്ഞു തരിക. ഇവിടെ പരാതിപ്പെടാനും ഞാൻ തയ്യാറാണ്. അതിൻ്റെ നിയമവശങ്ങൾ പറഞ്ഞു തരിക. അതുകൊണ്ട് ഇത് കാണുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഇത് മാക്സിമം എത്തിക്കുക, പ്രത്യേകിച്ച് പ്രവാസികൾ. കാരണം ഇനി ഒരാൾക്ക് ഈ ഒരു ചതി അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റാതിരിക്കുക, ഈ വഞ്ചനയ്ക്ക് ഇരയാകാതിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാരണം എൻ്റെ കുഞ്ഞമ്മയുടെ മോനായിട്ടുള്ള ഇദ്ദേഹം ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാൻ ദുബായിലോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് എന്നോട് പറഞ്ഞപ്പോൾ, കാരണം ഇത് പുള്ളി വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഇട്ടുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സംശയം നാളെ ഞാനും വർഷങ്ങളായിട്ട് മാല ഇട്ടുകൊണ്ട് പോകുന്ന ആളാണ്. നാളെ എന്നെയും പിടിക്കും, അറിയില്ല, എനിക്കറിയില്ല. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ ബില്ലുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ വളയുണ്ട്. ഇനി നമ്മളെ ഇതുപോലെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ദയവേത് പ്രതികരിക്കണം, ഷെയർ ചെയ്യണം, മാക്സിമം ആൾക്കാരിൽ എത്തിക്കണം. നിങ്ങൾ ഈ കേട്ടത് രണ്ട് സാധാരണ മനുഷ്യരുടെ പ്രതികരണങ്ങളാണ്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. ഒരു പ്രവാസിക്ക് പുറത്തു നിന്ന് വരുമ്പോൾ കൊണ്ടുവരുവാനുള്ള സ്വർണ്ണത്തിന് ഒരു പരിധിയുണ്ട്. പലരും കിലോ കണക്കിന് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ തിരികെ കയറ്റി വെച്ചിട്ടും രക്ഷപ്പെട്ട് വീട്ടിൽ സേഫായിട്ട് എത്താറുണ്ട്. പക്ഷേ പിടി വീഴുന്നത് ചില പാവങ്ങൾക്കായിരിക്കും. ഒരു പ്രവാസിക്ക് കൊണ്ടുവരാമെന്നുള്ള സ്വർണത്തിൻ്റെ അളവ് എത്രയാണെന്ന് ഇതുവരെ ഒരു എയർപോർട്ടിൽ എഴുതി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല. എത്ര കൊണ്ടുവരാം, എത്ര കയ്യിൽ കൊണ്ടുവരാം, എത്ര അണിഞ്ഞിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് സിസ്റ്റത്തിൻ്റെയും സിസ്റ്റം നടത്തുന്നവരുടെയും സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരുടെയും എല്ലാവരുടെയും ഫെയിലിയറാണ്. അപ്പോൾ നമ്മൾ സ്വയം ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കുക എത്ര സ്വർണം കൊണ്ടുവരാം. ഇല്ലെങ്കിൽ പശുവും പാലും കിട്ടും. ഇതുപോലെ നിയമപ്രകാരം ഒരു